1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് വെള്ളയിൽ കടപ്പുറം ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും പങ്കെടുക്കുന്ന മഹാസമ്മേളനം. ആ സമ്മേളനത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി പ്രസംഗിച്ചു ഇങ്ങനെ: ഇന്ത്യൻ മുസ്ലിങ്ങൾ ആത്മബലിക്ക് തയ്യാറാകണം. ജനങ്ങളുടെ വികാരമെന്ത് എന്ന് ബ്രിട്ടീഷ് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അത് ആവശ്യമാണ്. ബ്രിട്ടീഷ് സർക്കാർ കൽപ്പിച്ചു നൽകിയ സർവ്വസ്ഥാനമാനങ്ങളും വലിച്ചെറിയുവാൻ എന്റെ മുസൽമാന്മാരായ സഹോദരങ്ങൾ തയ്യാറാകണം. ആവേശഭരിതനായി ഗാന്ധിജിയുടെ വാക്കുകളിൽ കുഞ്ഞഹമ്മദ് ഹാജി. തുടർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ, ഇന്ത്യൻ വിമോചനത്തിന്റെ പടപ്പുറപ്പാടിന്റെ നായകത്വത്തിലേക്ക് സ്വയം എടുത്തുചാടി കുഞ്ഞഹമ്മദ് ഹാജി. രാഷ്ട്രത്തിന്റെ പാരതന്ത്ര്യത്തിൽ നിന്നുമുള്ള വിമോചനത്തിനു വേണ്ടിയുള്ള ആ പടപ്പുറപ്പാടിന്റെയിൽ പലതവണ പോലീസുകാരുടെ നിതാന്തമായ നിരീക്ഷണത്തിന് കീഴിലായി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചെറുതും വലുതുമായ നിരവധി സമര പരിപാടികൾ സംഘടിപ്പിച്ചു അദ്ദേഹം. ആലി മുസലിയാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഷെറീഫ് അഥവാ മുഖ്യസേനാപതി, അതുമല്ലെങ്കിൽ പടത്തലവനായി തന്നെ അദ്ദേഹം മാറി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നടത്തിയ തുടർ ഭരണം ഉണ്ടായിരുന്നു മലബാറിൽ ആ കാലഘട്ടത്തിൽ. ആ ഭരണകാലത്ത് വള്ളുവനാടും ഏറനാടും ഭരിക്കുവാൻ കാണിച്ച തീക്ഷ്ണമായ ആ തീരുമാനത്തിന്റെ കാലത്ത് കുഞ്ഞഹമ്മദ് ഹാജി നിർബന്ധപൂർവ്വം നടപ്പിലാക്കിയതിനെക്കുറിച്ച് AK പിള്ളയും മാധവൻ നായരും അടക്കമുള്ള സമകാലികരായ ആ കാലഘട്ടത്തിലെ മനുഷ്യർ പിന്നീട് തങ്ങളുടെ ചരിത്ര രചനകളിൽ എഴുതുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് നിർബന്ധിത മത പരിവർത്തനത്തിനെ ആയിരുന്നു.